നമുക്കേറെ സന്തോഷത്തോടെ ഇതേ ആവേശത്തോടെ ജഡ്ജസിനെ 3 പേരെ വെൽക്കം ചെയ്യാം. ബിന്നി ചേച്ചി സ്വാഗതം. ഔസേപ്പ് അച്ഛൻ സർ സ്വാഗതം. രഞ്ജിനി ചേച്ചി വെൽക്കം. ഇനി നമ്മൾ ഹസ്ബൻഡ്സ് ചോയ്സ് റൗണ്ടിലേക്ക് കടക്കാണ്. പെർഫോം ചെയ്യാൻ എത്തുന്നു ഗ്രീഷ്മ.
ഗ്രീഷ്മ നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. ഓക്കെ, നമുക്കപ്പൊ ജഡ്ജസിനോട് ചോദിക്കാം. ആ. ബിന്നി ചേച്ചി, ഗ്രീഷ്മ ചേച്ചി ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ് മോള് സെലക്ട് ചെയ്തുകൊണ്ട് വന്നത്. പക്ഷേ ഞാൻ ഗ്രീഷ്മ മോളുടെ ആ ഒരു സ്പിരിറ്റിനെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒന്ന് വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ പൊതുവേ നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റേജുകളിൽ എടുക്കാൻ കുറച്ച് ഒന്നും മടിക്കും എല്ലാവരും. നമ്മൾ പാടി ഫലിപ്പിക്കാൻ, ബിക്കോസ് ആ അകാരവും അതെല്ലാം കുറച്ച് ചെറിയ ചെറിയ സംഗതികളും. ഫസ്റ്റ് ഇതിന്റെ പിച്ച്, ഗ്രീഷ്മയുടെ പിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ താഴേന്നല്ലേ ഞാൻ ആദ്യം കേട്ട പാട്ട് ആറുമുഖം അല്ലേ? ആ. അപ്പൊ ആ രീതിയിൽ ഒരു പ്രത്യേക ആ ഒരു സ്റ്റൈലിൽ ഗ്രീഷ്മ പാടിയതാണ്. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുന്നു. കാരണം ആ താഴേലുള്ള ആ ഒരു റേഞ്ചിൽ നിന്ന് ഒരാള് റേഞ്ച് കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നു. ഗ്രീഷ്മയുടെ ഈ വളർച്ച അങ്ങനെ ഇങ്ങനെയൊന്നും റേഞ്ച് വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. പക്ഷെ ഇതിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതില് മോള ഭാവം ഒക്കെ വരുത്താൻ വേണ്ടി അതൊരു എന്താ ഇങ്ങനെ അതിനൊരു ഞാൻ പറഞ്ഞത് ചിലപ്പോ കഞ്ഞി കുടിച്ചിട്ടോ ഒന്നും കഴിച്ചില്ലേ പാവമേ എന്നുള്ള രീതിയിലാണ് ഒരു പ്രസന്റേഷൻ വന്നത്. മഴയിൽ രാത്രി മഴ ഇങ്ങനെ ഒരു പാവം പോലെ അങ്ങനെ പാടുമ്പോഴത്തേക്ക് അതിൽ ചിലപ്പോ അതിന്റെ ഒരു എസൻസ് നഷ്ടം വന്നു കുറച്ച്, ഫ്രാങ്കായിട്ട് പറഞ്ഞാല്. മേലെയൊക്കെ പക്ഷെ നന്നായിട്ട് എടുത്തു കേട്ടോ. അതെനിക്ക് ശരിക്കും ഞങ്ങൾ പറയുമായിരുന്നു, നല്ല അത്ഭുതമായി. ഇത്രയും ഒരു സ്മോൾ പീരീഡില് 3 to 4 months കുട്ടി എത്രയും ട്രൈ ചെയ്തെടുത്തല്ലോ. എന്നാൽ ഈ ഒരു മ്യൂസിക്കൽ വൈഫിന്റെ ആ ഒരു വേദി ആയതുകൊണ്ടാണ് മോളെ ഇത്രയും മോൾക്ക് അതിലേക്ക് വന്നത്. ഇനി അങ്ങോട്ട് പൊക്കോളും കേട്ടോ. പക്ഷെ മോളെ പോകുമ്പം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. മഴയിൽ രാത്രി മഴയിൽ പൊഴിയും സ്നേഹനിറവിൽ, മോള് മഴയിൽ അതിനെ ഒന്ന് വലിച്ചു. അതാണ് ഈ ഫുൾ പാട്ടിൽ തോന്നിയത്. എനിക്ക് അതുവരെയൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പല സ്ഥലത്തും സംഗതികളുണ്ട്, ആ സംഗതികൾ നോട്ട് തരുന്നില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചില സാധനങ്ങൾ എന്താ പറയാ കാറ്റായിട്ട് പോയിട്ടുണ്ട്. അതായത് റോങ് നോട്ട് വരുന്നില്ല, അവിടെ ഇല്ലാണ്ടാവുന്നുണ്ട് ചില നോട്ടുകൾ, ചില മൃഗങ്ങൾ. അതാണ്, അത് മാത്രമേ ഉള്ളൂ. ബട്ട് അതർവൈസ് എന്താ പറയാ, മാക്സിമം യുവർ എഫർട്ട് യു ഹാവ് ഡൺ ഇറ്റ്, സോ ദാറ്റ് ഈസ് അപ്രീഷിയേറ്റഡ്. ഓക്കെ ഗ്രീഷ്മ ചേച്ചി, മഞ്ജരിയുടെ ടൈപ്പ് ഓഫ് സിംഗിങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉച്ചാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടിച്ചു കടിച്ചാ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സ്റ്റോപ്പ് ചെയ്യണം? ഈ മഴയിൽ രാത്രി മഴയിൽ മഞ്ജരി പാടിയത് ഒരു 10 പ്രാവശ്യം കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് പാടിയിരിക്കുന്നത്. മഴയിൽ രാത്രി മഴയിൽ ഇങ്ങനെ കേൾക്കാം, പളക്കേന്ന് ഇങ്ങനെ കേൾക്കാം. ഇവര് പറഞ്ഞ എന്താന്ന് കേൾക്കണമെങ്കിൽ മഞ്ജരി പാടിയ പാട്ട് 10 പ്രാവശ്യം കേട്ടാൽ മതി. 10 പ്രാവശ്യം കേൾക്കണം. അങ്ങനെ കേട്ട് 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 ഇത് രജിസ്റ്റർ ആവുള്ള ആ ഡിക്ഷൻ എങ്ങനെയാന്നുള്ളത് അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. ആ വലിഞ്ഞു പോയപ്പോ അവിടെ ആ ഓട്ടോമാറ്റിക്കലി ഒരു കമ്പാരിസൺ വന്നു. അല്ലാണ്ട് ഗ്രീഷ്മ പാടിയത് ആ ശൈലി തെറ്റാണെന്നുള്ളത് കൊണ്ടല്ല, അവിടെ അപ്പുറത്ത് ഇങ്ങനെ കിടക്കണോണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു സാധനം വരുമല്ലോ, കമ്പാരിസൺ വരുമല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഡിക്ഷന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഓവറായിട്ട് അതിൻ്റെ എൻഡിൽ മഴയിൽ നിന്ന് പോകരുത് കേട്ടോ. മഴയിൽ അവനൊന്ന് ഒതുക്കണം. ബേസിക്കലി വാക്കുകൾ മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു ഫോർ ദിസ് ചോയ്സ്. പക്ഷെ പിച്ചിങ് ഗ്രീഷ്മ, അവനൊരു തൊണ്ടയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പുഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരി, ഓക്കെ. താങ്ക് യു ചേച്ചി. നമുക്ക് ഗ്രീഷ്മയുടെ മാർക്സ് അറിയാം. ഗ്രീഷ്മ മോളുടെ മാർക്ക് 93.5. 93.5 ആണ് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 90.5. 90.5. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്കിനി എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ടാണ് വരുന്നത്. പാടാനെത്തുന്നു ആര്യ.
മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ പാടുന്നു എന്നും ഈ മാമഴ ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ പാടുന്നു എന്നും ഈ മാമഴ ചായയിൽ മഴപ്പൂക്കള പെയ്യുന്നു മഞ്ഞുമാസ പക്ഷി ആര്യ നന്നായിട്ട് പാടാൻ പറ്റിയോ ഇടയ്ക്ക് ഇവിടെ ഒരു മറവി വന്നു അല്ലേ എന്തോ ബ്ലാങ്ക് ആയി പോയി പ്രശ്നം. കുഴപ്പമില്ല Okay. നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ഒരു ചോദിക്കാം ടാരാരാരാരാ ഡേ. It's okay. ഈ പാട്ട് ചേച്ചിയുടെ ഫേവറേറ്റ് സോങ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ബിന്നി ചേച്ചി ബിന്നി ചേച്ചിയുടെ ഫേവറേറ്റ് രാഗം എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതെ 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 വളരെ വെരി റെയർ രാഗ വിദ്യാസാഗർ സാറിന്റെയും ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെയും വളരെ മനോഹരമായ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ് മഞ്ഞുമാസ പക്ഷി. രാഗം ഏത് രാഗ ചേച്ചി? ഇതിന് ഒരു ഇപ്പം ലൈക്ക് എൻ്റെ പേര് ബിന്നി ആൻഡ് സംഗീത എന്നും കൂടെ ഉള്ളതുപോലെ ഇതിന് ഒരേ രാഗത്തിന് 2 പേരുണ്ട്. ഒന്ന് സുമനേശ രഞ്ജിനി, ഇനി ഒന്ന് പർപ്പതി. അയ്യോ ആര്യ എനിക്ക് തോന്നിയൊരു കാര്യം, ആ. ആ ഒരു ചരണത്തില് അനുപല്ലവിയില് ഒരുപാട് ലൈൻസ് മറന്നു പോയിട്ടും ആ പല്ലവി എന്തും മനോഹരമായിട്ട് പാടിയത്. ഫീലായിട്ടാണ് പാടിയത്. അത് കഴിഞ്ഞിട്ട് പാടിയത്. സാധാരണ അത്രയൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പല്ലവി പാടുമ്പോൾ മൊത്തം പോവും, ശ്രുതിയും പോവും, എല്ലാം പോവും. ബട്ട് ദാറ്റ് പല്ലവി ബ്യൂട്ടിഫുള്ളി.
അതാണ് കോൺഫിഡൻസ്. തന്റെ വിചാരം ഇപ്പൊ എന്താ, ഞാനത് മറന്നുപോയി, എല്ലാവരും ഞാൻ മറന്നുപോയി. ഒരാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തന്റെ തലയ്ക്കകത്ത് എത്രത്തോളം താൻ അതൊരു അപ്സെറ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നു, പലപ്പോഴും അതിന്റെ ഒരു 20% പോലും അപ്പുറത്ത് നടക്കുന്നില്ല എന്നുള്ള സത്യം. ദിസ് ഹാപ്പൻസ് ടു മീ ഓൾസോ. ഐ ഗെറ്റ് അപ്സെറ്റ് വെരി ഫാസ്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. ചുറ്റിനും അതൊന്നും ഇല്ല നമ്മുടെ തലയ്ക്കകത്ത്. ഇപ്പൊ നമ്മൾ പറയാം ഒന്നും ഇല്ല, അസലായിട്ട് പാടി എന്റെ ലാസ്റ്റത്തെ എന്തോ ഒരു ഇല്ലേ സാറേ, നമ്മൾ രണ്ടുപേരും കൂടെ അല്ലേ ആഹാന്ന് ഒന്നിച്ച് പറഞ്ഞ് ആര്യ പാടിയത് അത്രയും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ചേച്ചിക്കാണെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് ചേച്ചി ഇത്ര രസമായിട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്തെന്നറിയാമോ? അറിയില്ലടോ, എനിക്ക് കരച്ചിൽ വരും. that's so sweet. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. കാറ്റാൽ തൊടുന്ന നേരം എങ്ങോമേയും പാട്ടായി പറന്നു തെന്നൽ ചാഞ്ഞ കൊമ്പിൽ താളം പകർന്ന പൂവേ. And that's okay. It's all a part of our game. നമ്മളും സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് ഇവിടെ വന്നൊന്ന് പറയുമ്പോ നമുക്കും തെറ്റാറുണ്ട്, നമ്മൾ മറന്നു പോകാറുണ്ട്. നമുക്ക് പിന്നെ അടുത്തൊരു ടേക്ക് എടുക്കാവുന്ന ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ്. തൂങ്ങി ആടുന്നുണ്ടാവും ഇവിടെ. നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നത്. That's okay. മോള് നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മറന്നുപോയതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ പാട്ട് ഭയങ്കര രാഗം, അതിന്റെ സഗമ പനീസാ സാനി പമാഗസ നിസഗമാഗസ നിസഗമഗ. ഇതിന് മധുകോൺസ് എന്ന് ഇതിൽ പറയും, നോർത്ത് ഇന്ത്യനിൽ. അപ്പൊ ഈ ഇതില് സുമനേശ രഞ്ജിനി എന്നും പറയും, പർപ്പതി, രണ്ടും ഒരു രാഗമാണ്. സാനി പമഗസ എന്ന് കൊടുത്തിട്ടുണ്ട്, 2 നിഷാദം. സോ ഇറ്റ് ഈസ് മിശ്ര സുമനേശ രഞ്ജിനി ഓർ മിശ്ര പർപ്പതി. കൃഷ്ണകരോ ഭജമന പ്രഭതുമ കൃഷ്ണകരോ ഭജമന പ്രഭതുമ കൃഷ്ണകരോ ഭജമന പ്രഭതുമ കൃഷ്ണകരോ കൃഷ്ണകരോ. മെയിനായിട്ട് സാറും പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടയ്ക്ക് സാറ് മെയിൻ ഒരു പ്രത്യേക രാഗം എടുത്താലും ഞാൻ അതിനകത്തൊരു ചെറിയ 2 ഇതും എനിക്ക് ബോറടിക്കുന്നതുകൊണ്ട് 2 ഇത് കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മിശ്രമായിട്ട് നമുക്ക് എന്ന് പറയണ പോലെ മിശ്ര ഒരു പ്രയോഗം ഇതിനകത്ത് ഇട്ടതാണ്. അങ്ങനെ 2 നിഷാദവും 2 ഇതെല്ലാം കൊടുത്താൽ നമുക്കത് അങ്ങനെ പോകും. പക്ഷെ മെയിൻ ഞാൻ പറഞ്ഞത് ബേസ് ചെയ്തൊരു സംഭവമാണ്. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. ഔസേപ്പച്ചൻ സർ, മെയിനായിട്ട് ഇത് നല്ലൊരു ഫീലിൽ തുടങ്ങിയ പാട്ടാണ്. എസ്പെഷ്യലി ഇതിന്റെ തുടക്കം, മഞ്ഞുമാസ പക്ഷി എന്ന് പറയുന്നത് എവറി ടൈം ഹിറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി. പിന്നെ ഓൺലി ചെറിയ സ്ഥലത്ത് മാത്രം എന്താണ് മഴപ്പൂക്കളായി പെയ്യുന്നു ആ സംഗതി കണ്ടിന്യൂവേഷൻ ബ്രെത്ത് കിട്ടാണ്ടാണല്ലേ അത് പെയ്യുന്നു എന്നുള്ള വാക്ക് ഒരുമിച്ച് പറയേണ്ടത്. അത് ബ്രെത്തിന്റെ പ്രോബ്ലം ആയിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെ പോയത് മാനേജ് ചെയ്തു. ബട്ട് അത് വിടാണ്ട് സംഗതി പാടി. പിന്നെ എനിക്ക് അതിൻ്റെ ആചാരണം പോർഷൻസ്, പൊൻ വളക്കൈകളാൽ പൂന്തിങ്കൾ എന്ന് പറഞ്ഞു തൊട്ടുള്ള സ്ഥലം, യു സാങ് വെരി ബ്യൂട്ടിഫുള്ളി. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി. വേറെ പിന്നെ ലാൻഡിങ്ങിൽ നെഞ്ചിൽ നിന്നൊക്കെ പറഞ്ഞിടത്തൊക്കെ ലാൻഡിങ് അത് ശ്വാസത്തിൻ്റെ എന്താ പറയുക കട്ടായി പോകുന്നുണ്ട്. ഏതാണെന്നറിയോ? നെഞ്ചിൻ അല്ലേ, അതല്ലേ നെഞ്ചിൻ ആ ജിൻ കാണും, നെഞ്ചി കഴിഞ്ഞിട്ട് പോകുന്നു. ആ നെഞ്ചിൻ, അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി ആ നെഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ സോണ. നെഞ്ചി എന്നല്ല, നെഞ്ചിൻ എന്ന് കേൾക്കണം. അത് കുറച്ച് കുറവുണ്ടായിരുന്നു. അത് അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ. ബട്ട് ഓൺ ദ ഹോൾ അക്സെപ്റ്റ് ദാറ്റ് എക്സലന്റ്. ആ ഒരു അപകടം ഒഴിച്ച് ബാക്കി നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. രഞ്ജിനി ചേച്ചി, അതാ നേരത്തെ താരാര പാടിയില്ലേ, അതും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്. എനിക്ക് മനസ്സിലായില്ല താൻ വരി പാടണ എന്നുള്ളത്. ചേച്ചി എന്നെ നോക്കിയിട്ട് അയ്യോ താരാരായോ എന്ന് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണേ. കാരണം ഐ എം ഗോയിങ് വിത്ത് ദ സോങ്, ഐ എം നോട്ട് ഗോയിങ് വിത്ത് ദ ലിറിക്സ്. ഫോർ സം റീസൺ എനിക്ക് അങ്ങനെ ഞാൻ പോയിട്ടില്ല. അറിയണ്ടാട്ടോ, ഉറപ്പാണോ? പ്രോമിസ് ചെയ്യൂ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പാടി. ദലീമ ചേച്ചിനെ പറ്റി ഒരു കാര്യം പറയാം.
ഞാൻ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് ആദ്യമായിട്ട് റിയാൻ സ്റ്റുഡിയോയിൽ, വാഴക്കാലയിലെ റിയാൻ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് വർക്കിന് പോകുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് 2 പേരും, ഒന്ന് ബിജു നാരായണനും ഒന്ന് ദലീമ ചേച്ചിയാണ്. ഞാൻ ദലീമ ചേച്ചി അന്ന് തുടങ്ങി എന്നെ മോനേന്നേ വിളിക്കുള്ളൂ. അന്നും ഈ പാടി ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ദലീമ ചേച്ചി. മച്ച് ലവ് ടു ഹർ. ആൻഡ് എന്താ പറയുന്നത്, എന്തോ അറിയില്ല, ഒരു കൊച്ചി സ്നേഹം ഭയങ്കരമാണ് ദലീമ ചേച്ചിയോട്. അപ്പോൾ ഫുൾ ഓഫ് ലവ് ടു ദലീമ ചേച്ചി. ഈ ഒരു പാട്ട് പാടിയാണ്. താങ്ക് യു ദലീമ ചേച്ചിയുടെ പാട്ട് കൊണ്ടുവന്നതിന് താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം നന്നാവും കേട്ടോ. താങ്ക് യു ഓക്കെ, സോ അപ്പൊ മച്ച്. എന്തായാലും നമുക്ക് ഈ റൗണ്ടിലെ ആര്യയുടെ മാർക്ക് അറിയാം. മാർക്ക് പറയാൻ ഭയങ്കര ഇവിടെ അടിപിടിയാണ്. കൂടുതലിടാനാണോ സർ? കൂടുതലിടാണെങ്കിൽ ചാടി കയറിയിട്ട് ബിന്നി ഏറ്റവും കൂടുതൽ അത് ഞാൻ പറയാന്ന് പറഞ്ഞു. ഇതിപ്പോ എന്റെ തലയിലിട്ടു. ഞങ്ങൾക്ക് വി ഹാവ് അവർ നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മോളെ പാടിയ പല്ലവിചരണം ഒക്കെ സൂപ്പർ ആയിരുന്നു. പക്ഷെ മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഇടേണ്ടി വരും. കാരണം ഇത് തന്നെ എല്ലാവരും ആവർത്തിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാ ഒരു സ്റ്റേജിലും സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയ വീറ്റോ പവർ എടുത്തിട്ട് ഇവരോട് പറഞ്ഞതല്ല, ഒരു 0.5 കൂടി കൂട്ടിത്തരും. 92. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 92 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ എത്രയായിരുന്നു? 94 ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്കറിയാം ഈ 5 പേരും മികച്ച ഗായകർ തന്നെയാണ്. 5 പേരും നന്നായിട്ട് പാടുന്നതാണ്. ചിലപ്പോൾ ഈ ഘട്ടത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഡേ അത്ര നന്നായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു മ്യൂസിക്കൽ വൈഫിൽ ഇപ്പോൾ 17 മ്യൂസിക്കൽ വൈഫ്സ് ആണ് ഉള്ളത്. അതിൽ അവസാന 5 സ്ഥാനക്കാരാണ് നിങ്ങൾ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ. അപ്പൊ ശിവാനിയും ഗ്രീഷ്മയും അഞ്ജുവും രമ്യയും ആണ് ഫസ്റ്റ് ടൈം ഡേഞ്ചർ സോണിൽ എത്തുന്നത്. ഓ, എന്താണ് അഞ്ജുവിന് പറയാനുള്ളത്? ആദ്യം എനിക്ക് എന്താ പറയാ താങ്ക്സ് പറയാനുള്ള എൻ്റെ അച്ഛനോടാണ്. ഈശ്വരൻ്റെ അടുത്ത് എത്തിയപ്പോൾ അപ്പം ഈശ്വരൻ ആ അച്ഛൻ കാരണമാണ് ഞാൻ പാടുന്നത് തന്നെ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, എൻ്റെ എനിക്കിനി മ്യൂസിക്കിൽ എന്ത് ചെയ്യാനാ എന്നാലോചിച്ച് ആ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്കിനി ഒന്നുമില്ല. കാരണം ഹസ്ബൻഡ് ഡെയിലി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഹസ്ബൻഡ് കൂടെ പോയിട്ട് പാടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഞാൻ ആകെ വളരെ വളരെ സങ്കടപ്പെട്ടിരിക്കുക. കാരണം ഞാൻ പാടുന്നില്ലെങ്കിൽ കൂടെ ഹസ്ബൻഡ് പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ ഭാഗമാവാൻ വേണ്ടി, ജസ്റ്റ് ആ ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഞാൻ എത്ര ദൂരം ട്രാവൽ ചെയ്തു ഞാൻ പോയി അവിടെ ഇരിക്കും. അത് ചിലപ്പം എന്നോട് അമ്മ പറയും, നീ എന്തിനാ നാളെ നിനക്ക് ഓഫീസിൽ പോകണ്ടല്ലേ, നിനക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കണം, നിനക്ക് പോകണം, അവിടെ ഇരുന്നിട്ട് ഒരു 0 മാറിയാൽ മതി, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വെക്കേണ്ട അവസ്ഥയാവും. അപ്പം എന്നാലും അമ്മ പറയും, അപ്പോഴും ഞാൻ പറയും സാരില്ല അമ്മ, ഇനിയിപ്പോൾ ഞാൻ പുലർച്ചെ 3 മണി 4 മണി 5 മണിക്ക് എത്തിയാൽ പോലും എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ കൂടെ ഇപ്പോഴും ഞാനത് മിസ് ചെയ്യില്ല. അതെൻ്റെ ബ്രാഞ്ചിൽ നിന്ന് എല്ലാവരും പറയുന്നത് എനിക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു. അതെനിക്ക് ആ മ്യൂസിക്കിന് എനിക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഒരാളുടെ അവസരം കളയാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ആദ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാനിത് എനിക്ക് പറ്റുമോ, പക്ഷെ എനിക്ക് അതിനോടുള്ള ഇഷ്ടം കൂടി ഇല്ല. ഇനിയും എനിക്ക് നിൽക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പം അത് കാരണം എനിക്ക് എല്ലാവരോടും നന്ദി. ഫസ്റ്റ് ഓഫ് ഓൾ ആമിനോടാണ് നന്ദി. കാരണം ആമി കാരണമാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഓഡീഷൻ തന്നെ അറിയുന്നത്. പിന്നെ അതുപോലെ രജീഷ് ഏട്ടനും എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ ബിസി സ്കെഡ്യൂളിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടും എല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് താങ്ക്സ്. ഗ്രീഷ്മ, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒരുപാട് എന്താ പറയാ, ഒരിക്കലും ആഗ്രഹിച്ചതല്ല, ഇങ്ങനൊരു വേദി കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. ഒരു ഫസ്റ്റ് റൗണ്ട് വരെ പാടണം എന്നുള്ളൊരു ആഗ്രഹത്തോടാണ്, ഹസ്ബൻഡിൻ്റെ ഒരൊറ്റ ഇതിലാണ് വന്നത്. ആളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഒരു റൗണ്ടെങ്കിലും പാടണം എന്നുള്ളത്. അപ്പം അത് പാടാൻ പറ്റി. ഒരുപാട് താങ്ക്സ് എല്ലാവരോടും. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയണ. ആദ്യം ഇത്രയും ഒരു വേദിയിൽ പാടാൻ വിചാരിച്ച ഞാനിപ്പോൾ ഇത്രയും പാട്ടുകൾ പാടാൻ പറ്റി. രജീഷ് സാറിന് ഒരുപാട് താങ്ക്സ്, അതുപോലെ ഉണ്ണി സാറ്, ആമിന, എല്ലാവർക്കും കണ്ടസ്റ്റൻസ്. അതുപോലെ എന്താ പറയാ, ഒന്നും പറയാൻ കഴിയുന്നില്ല.
ഓക്കെ, താങ്ക് യു. ആര്യ എനിക്ക് സന്തോഷമായി, കാരണം മാർക്കിട്ട ജഡ്ജസിന് മാത്രം താങ്ക്സ് ഇല്ല. അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. മറന്നുപോയത്. മാർക്കിട്ടനല്ല താങ്ക്സ് പറയാൻ പറഞ്ഞ്. ഈ ബിന്നിയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞു ഉണ്ട് തന്നിരിക്കുന്നത്. സാർ, ഉണ്ട്. ഞാൻ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. സാർ എന്താ പറയാ, ഞങ്ങള് അതുണ്ട്, മനസ്സിലുണ്ട് സാർ. ഇപ്പൊ ഞാൻ പറഞ്ഞതും സാറ് പറഞ്ഞതും രഞ്ജിനി ചേച്ചി ആയാലും പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നികത്തിയിട്ട് എന്താ പറയാ മുന്നോട്ട് പോണം. ഓക്കെ, ആര്യ ആദ്യം തന്നെ ഫ്ലവേഴ്സ് ചാനലിനും മ്യൂസിക്കൽ വൈഫ് എന്ന പ്രോഗ്രാമിനും രജി സാറിനും വലിയ നന്ദി. ആൻഡ് ഗ്രൂമേഴ്സ് രാധിക മാം ആൻഡ് മുഫിദ മാം, ശരിക്കും താങ്ക് യു. ജഡ്ജസിനും അത് ഒരുപാട് അറിവുകൾ കിട്ടി, അതിന് താങ്ക് യു സോ മച്ച്. ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് ഇവിടെ പാടിയിട്ടുള്ള ഔസേപ്പച്ചൻ സാറിൻ്റെയാണ്. അതെനിക്ക് ശരിക്കും ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ആ പാട്ടിന്റെ അച്ഛന്റെ മുമ്പ് തന്നെ പാടാൻ പറ്റുമെന്ന്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഐ ആം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട, എൻ്റെ അച്ഛനും അമ്മ എന്നെ വളരെ കുഞ്ഞിലെ തൊട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമായിരിക്കാം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. ആൻഡ് ആഫ്റ്റർ കോളേജ് ആണെങ്കിലും ബാൻഡിലൊക്കെ പാടാൻ വിട്ടതും അവരെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ മോനുണ്ട്, ഇപ്പൊ ഇവിടെ വരുമ്പോഴാണെങ്കിലും എല്ലാം വീട്ടില് നന്നായിട്ട് നോക്കുന്നത് എൻ്റെ ഏട്ടനും അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെയാണ്. അപ്പൊ അവർക്കൊക്കെ നന്ദി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മാനേജ് ചെയ്തതിന്. ആൻഡ് ഇവിടെ വന്ന് കുറെ നല്ല സുഹൃത്തുക്കളെ കിട്ടി. മോസ്റ്റ് വാല്യുബിൾ തിങ് ഐ വുഡ് ചെറിഷ് ആൻഡ് എവറിത്തിങ്. എനിക്കിവിടെ ഓർക്കസ്ട്ര ടീമിനെ എടുത്തു പറയണം. അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്, നമ്മൾ കൂടെ പാടുന്നത്, അതൊരു ഗ്രേറ്റ് ലേണിംഗ് തന്നെയാണ്. എനിക്കിവിടെ എല്ലാം പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്കൊരു ബ്രേക്ക് ആയിരുന്നു ശരിക്കും. ആഫ്റ്റർ മാരേജ് മോനായി, പിന്നെ ഒരു ബ്രേക്ക് ആയിരുന്നു, ഒരു 3 years ബ്രേക്ക്. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അതൊരു ബ്രേക്ക് മാറിയത്. ആൻഡ് അതിന് എല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ലേണിംഗ് വെച്ച് തന്നെ എനിക്ക് നന്നായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് എവ്രി വൺ. താങ്ക് യു ആര്യ. രമ്യ പറയൂ. ആദ്യമായിട്ട് ഇങ്ങനൊരു അവസരം തന്ന ഫ്ലവേഴ്സ് ചാനലിലും മ്യൂസിക്കൽ വൈഫിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഒത്തിരി നന്ദി. ഇത്രയും വലിയ ജഡ്ജസിൻ്റെ മുമ്പിൽ പാടാൻ പറ്റി, അതുപോലെ ഗ്രൂമേഴ്സ്, അതൊക്കെ ഒരുപാട് ടിപ്സ്, സാറ് പറഞ്ഞ പോലെ ഒരുപാട് ടിപ്സ് കിട്ടി. നേരത്തെ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ വേണം പറഞ്ഞു തരാം എന്താ ചെയ്യണ്ടേന്ന്. അതൊക്കെ അങ്ങനെ നമുക്ക് വേറൊരിടത്തുനിന്ന് കിട്ടാനില്ല. അത്രയും. പിന്നെ നേരത്തെ ഞാൻ കരഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ആ ഒരു പ്രശ്നം എനിക്ക് ഇവിടെ നിന്ന് പാടിയിട്ട് ടെൻഷൻ കൊണ്ടോ അങ്ങനെയല്ല, മാർക്ക് അതൊന്നും അല്ല, ഉദ്ദേശിച്ച പോലെ നമുക്കൊരു പാടാൻ പറ്റാതെ വന്ന സൗണ്ട് വൈസ് എനിക്ക് പാടാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അന്നേരം അതുകൊണ്ടാണ് നേരത്തെ അതെനിക്ക് അന്നേരം പറയാനും പറ്റിയില്ല. അല്ല, എനിക്ക് മനസ്സിലാവൂലോ, നമ്മൾ പാട്ടുകാരാണല്ലോ, നമുക്ക് മനസ്സിലാവൂലോ പാടാൻ പറ്റിയില്ലെങ്കിലുള്ള. സ്കൂളിലേക്ക് ചെല്ലുമ്പോ എന്റെ കുട്ടികളെല്ലാരും എന്നെ കളിയാക്കും, ടീച്ചർ എന്തൊരു കരച്ചിലായിരുന്നു ചോദിക്കും. രമ്യക്ക് മനസ്സിലാവും എന്ന് രഞ്ജി ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. വിഷമിക്കണ്ട. ചിലപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിത് പറയാൻ തോന്നിയില്ലേ. എല്ലാത്തിനൊരു നിമിത്തമുണ്ട്, എല്ലാത്തിനൊരു കാരണമുണ്ട് നടക്കണേന്. മനുഷ്യരാകുമ്പോ കരയും. അതെ, സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ കരച്ചിലിനെ ആരും കളിയാക്കില്ല. പിന്നെ തോന്നുന്നില്ല എന്റെ കുട്ടികൾ തന്നെ കളിയാക്കുന്നു, എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്റെ പാരന്റ്സ്, പിന്നെ എന്റെ ഹസ്ബൻഡ് കാരണമാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്, മ്യൂസിക്കൽ വൈഫായത്. ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹസ്ബൻഡും ഓരോന്നും ഇങ്ങനെ ഇരുത്തി പറഞ്ഞൊക്കെ തരാറുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്ന ആളുടെ ഒരു ലെവലിനൊത്ത് എനിക്ക് വരാൻ പറ്റാറില്ല, അതാണ് ശരിക്കും പറഞ്ഞ സത്യം. പിന്നെ ഓർക്കസ്ട്ര ടീം, മീനാക്ഷി, എല്ലാവർക്കും ഒത്തിരി നന്ദി. ശിവാനി. താങ്ക്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ഹോൾ ഫാമിലി, എൻ്റെ ഫാമിലി അതുപോലെ ഏട്ടൻ്റെ ഫാമിലി, 2 സൈഡിൽ നിന്നും നല്ല സപ്പോർട്ടാണ് എൻ്റെ ഈ പാഷന്. അപ്പോൾ 2 പേർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ അച്ഛൻ പാവം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, രാവും പകലും നോക്കാതെ എന്നെ എല്ലാ ഗാനമേള പരിപാടിക്കും കല്യാണ പരിപാടിക്കും ഒക്കെ കൊണ്ട് നടന്ന് ഇതുവരെ എന്നെ എത്തിച്ചിട്ടുണ്ട്. അച്ഛന് താങ്ക്സ്. പിന്നെ സ്പെഷ്യലായിട്ട് പറയേണ്ടത് എൻ്റെ ഏട്ടനാണ്. ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഞാൻ.
ഓക്കെ 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 നമുക്ക് മനസ്സിലാവും അത്. കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്താ പറയാ, ഞാൻ തളരണ കണ്ട അപ്പൊ എനിക്കൊരു പില്ലറായിട്ട് എൻ്റെ കൂടെ നിൽക്കും പുള്ളിക്കാരൻ, എന്തുണ്ടെങ്കിലും ശരി. താങ്ക് യു ഏട്ടൻ. എൻ്റെ ഗ്രേറ്റസ്റ്റ് സപ്പോർട്ടാണ്, എൻ്റെ ഗ്രേറ്റസ്റ്റ് പില്ലർ ഓഫ് സപ്പോർട്ട് തന്നെയാണ് എല്ലാവർക്കും, ജഡ്ജസിന്, ഗ്രൂമേഴ്സിന്, പിന്നെ ഡെയിൻ ചേട്ടൻ, മീനാക്ഷി ചേച്ചി, എല്ലാരും മിസ് ചെയ്യും ഇപ്പൊ ഇവിടുന്ന് പോവാണെന്നുണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും പോവാണെങ്കിലല്ലേ അതെ, നമുക്ക് നോക്കാം. റിസൾട്ട് പറഞ്ഞിട്ടില്ല. ഇതിൽ എത്ര പേര് ഇവിടെ നമ്മുടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ ഇനിയുള്ള യാത്രയിൽ കൂടി ഉണ്ടാവില്ല എന്നൊക്കെ നമ്മുടെ ജഡ്ജസ് ആണ് പറയേണ്ടത്. നമുക്ക് 5 പേര് ഇവിടെ ഉള്ളത് വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള 5 ആർട്ടിസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. സോ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ഒരു കലോത്സവ വേദി, ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ് ആണ്. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് എ വലിയ ജേർണി. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പോകുന്നത് ഫണ്ണാണ് അല്ലേ? എല്ലാവരുമായിട്ടുള്ള ഇത്. നിങ്ങൾക്ക് ഒരിക്കലും പാട്ട് മിസ് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളുടെ ബ്ലെസ്സിങ് മിസ് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളുടെ അഡ്വൈസ് മിസ് ചെയ്യാൻ പോകുന്നില്ല, ഇവരുടെ ആരുടെയും കെയറും കൺസേണും നിങ്ങൾ ആരും മറക്കാൻ പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ പോകുന്നില്ല. ആ കൂടെ പോകുന്നത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ആണ്. ബാക്കി എല്ലാ നേരത്തും എനി ടൈം ഐ എം അപ്രോച്ചബിൾ. ഓക്കെ, ഐ എം പ്രിറ്റി ഷുവർ ഈ സ്വീറ്റ് ഹാർട്ട് ആയിട്ടുള്ള 2 പേരും ദേ ആർ അപ്രോച്ചബിൾ. എനിക്ക് വൗച്ച് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു ജഡ്ജിങ് പാനൽ ഇവർ 2 പേരായതുകൊണ്ടാണ് ഈ 3ാമത്തെ സീറ്റിൽ ഞാൻ ആക്ച്വലി വന്നിരിക്കുന്നത്. ഇവരുടെ 2 പേരുടെ പേര് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇരിക്കേണ്ട ഒരാളല്ല. അതിനെപ്പറ്റി വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇവിടെ എൻ്റെ ക്രൂവിനും രജീഷിനും എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നിമിത്തമായിട്ട് വരാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്ന് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇവിടെ നിന്ന് ആര് നിൽക്കുന്നു ആര് പോകുന്നു എന്നത് നോക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഔസിഫ് സാർ പറയും. അതായത് ഇവിടുന്ന് പുറത്തു പോകുന്നവരെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവിടെ സീറ്റ് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ പ്രൊമോട്ടഡ് ടു ദി എക്സ്റ്റേണൽ വേൾഡ്. ഇനിയുള്ള വലിയ വിശാലമായ ഒരു സംഗീത ലോകത്തേക്കുള്ള നിങ്ങളുടെ പ്രൊമോഷനാണത്. ഇവിടെ നിൽക്കുന്നവരെ ഞങ്ങൾ പറയുക, ഇവിടെ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ ഡീ പ്രൊമോഷനായി എന്നേ പറയുള്ളൂ. ദാറ്റ് ഈസ് എക്സാക്ട്ലി. അക്കോർഡിംഗ് ടു ദ മാർക്ക് ഞാൻ പറയാം, അവരെ ചെയർ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 5 പേരിൽ ഏറ്റവും കൂടുതൽ 187.5 നമുക്ക് ഇവിടെ ശിവാനി, യു ഗോട്ട് എ ചെയർ. You're in. ഇനിയുള്ള മാർക്ക് എന്ന് പറയുന്നത് രമ്യയ്ക്ക് 186.5 ഉണ്ട്, ആര്യയ്ക്ക് 186 ഉണ്ട്, അഞ്ജുവിന് 185.5, ഗ്രീഷ്മയ്ക്ക് 184 ഉണ്ട്. അപ്പോൾ ഇതിൽ രമ്യ 186.5 ഉണ്ടെങ്കിലും ഇവിടെ ഒരു ചെയറേ ബാലൻസ് ഉള്ളൂ. ഇനി അനുവദിച്ചിട്ടുള്ളൂ. ആ ചെയറിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? പിന്നെ അവൻ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലേ? ചെയർ 20 ചെയർ ഇട്ടിട്ട് പിന്നെ 22 പേരാക്കിയതല്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചെയർ വേണോ? ചോദ്യം സർ. ചെയർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നിരിക്കേ. വേണമെന്നോ? എന്നാ ഓടിപ്പൊക്കോ, നീ ഒന്നും മിണ്ടണ്ട, പൊക്കോ, ഓടിക്കും. ഇനി ഏറ്റവും കുറവ് മാർക്കുള്ളത് ഗ്രീഷ്മയ്ക്കാണ്, 184. ഇപ്പോൾ ഇനി ഇവിടെ നമുക്ക് ചെയർ അതിന് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.
മേലെന്ന് വരുന്ന ഇത് അവർക്ക് സാധിക്കില്ല. ബിക്കോസ് ദേ ഹാവ് ടു റൺ ദ ഷോ കണ്ടിന്യൂ ആവണം. അപ്പോൾ ആ ചെയറിൽ ഇല്ല. അപ്പോൾ വിത്ത് എ ലോട്ട് ഓഫ് regret at the same time the happiness that you are getting promoted. അതേപോലെ അടുത്തത് 185.5 അഞ്ജുവിനും ചെയറില്ല. അത് അഞ്ജുവിന് പക്ഷെ സന്തോഷമുണ്ട്. കാരണം അഞ്ജു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരുന്നത്, വേറെ വഴിയില്ലല്ലോ, ഔട്ടായിങ്ങെ പോകാമായിരുന്നു എന്നുള്ളൊരു മനസ്ഥിതി എനിക്ക് ആണോ അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടോ അഞ്ജുനുണ്ടായിരുന്നു. അഞ്ജു പറയുന്നതിൽ ധ്വനി ഉണ്ടായിരുന്നു, ഉള്ളിലുണ്ടോന്ന് അറിഞ്ഞൂടാ. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും ഔട്ട് ആവണമെന്ന് വിചാരിച്ചല്ല ഞാൻ ഈ വേദിയിൽ വന്നതൊന്നും. എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യണം എന്നുള്ള, കാരണം ഞാൻ എടുത്തെടുത്ത് പറയല്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചുറ്റിലും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പാടി, എനിക്ക് അത്രേ ഒരു സന്തോഷമുള്ളൂ. അപ്പൊ യു കംഫർട്ടബിളി ഡു യുവർ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയേക്കാൾ കൂടുതൽ യു ആർ പ്രൊമോട്ടഡ്. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് ഇവിടുന്ന് പോകുന്നതിന്. അഞ്ജു നല്ല അഞ്ജു വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് എല്ലാം മാറും. എല്ലാം കാണുന്ന കുട്ടിയാണ് അഞ്ജു. അല്ല, അഞ്ജു ഫൈറ്റർ, എന്നെ പറയാണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ എല്ലാവരുടെ അടുത്തും ഈ പറയുന്ന പോലെ ഇവിടെ നടക്കുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട്. അഞ്ജു എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ, ഇത്രയും ഞാൻ പറയും. എനിക്കിതിനപ്പുറത്തൊന്നും. പിന്നെ അടുത്തത് ഞാൻ പറയാം. ഇപ്പോൾ 186 ഞങ്ങളിവിടെ ഇരിക്കുന്നത് ആക്ച്വലി ഞങ്ങൾ ഇതിൻ്റെ റൂൾസിൻ്റെ അതിനോട് ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിനാലേക്ക് പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇതൊരു പ്രൊസീജിയറായിട്ട് വിചാരിക്കുക. സോ ഡോൺ വറി. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ആയിരിക്കും ഇവിടെ ചെയർ ഇല്ല ഇനി. നിങ്ങളെല്ലാവരും നല്ല പാട്ടുകാരാണ്. ചെയറുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾ നിന്നിട്ട് അതിനേക്കാൾ നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ ചെയർ നിന്നിട്ട് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ. ആര്യ എൻ്റെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ, എനിക്ക് നിങ്ങൾ 3 പേര് പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ എലിമിനേഷനുള്ള ആ ഒരു ഉണ്ടോ അയ്യോ എന്നുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും മൂഡ് ഔട്ടാണ്. നമുക്ക് ഇഷ്ടമേ ഇല്ല. പക്ഷേ എല്ലാവരെയും വച്ചുകൊണ്ട് പോവാൻ നമുക്ക് പറ്റത്തില്ല. ഒരു വള്ളത്തിൽ ഇത്ര പേര്, കുറച്ച് ആൾക്കാരെ നമുക്ക് തുഴഞ്ഞു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് എല്ലായിടത്തും നടക്കുന്നത്. എന്ത് സംഭവിക്കും? ആ വഞ്ചി എല്ലാവരും കൂടി താഴ്ത്തിക്ക് പോകും. കാരണം ഈ ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും മേലെന്ന് ഉത്തരവ്. അപ്പൊ അത് പാടില്ല. നമുക്ക് ഷോ ഷുഡ് കണ്ടിന്യൂ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഫോർ എ ഫ്യൂച്ചർ മ്യൂസിക്കൽ ലൈഫ്, മ്യൂസിക്കൽ വൈഫ് ആൻഡ് യുവർ ലൈഫ്. നാളെ വലിയ വലിയ വേദികളിൽ നിങ്ങളെ കാണട്ടെ, നിറയെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ പറഞ്ഞമാതിരി രാധിക ചേച്ചി ആണെങ്കിലും മൊഫീദ് ചേച്ചി ആണെങ്കിലും ഔസേപ്പച്ച സാറിനൊക്കെ എനിക്ക് ഒരുപാട്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും എന്തൊക്കെ പറയും, പക്ഷെ പകുതി മറന്നുപോയി. സാറിൻ്റെ പാട്ടുകൾ അതിൻ്റെ അത്ര ഫാനാണ് ഞാൻ. പിന്നെ ഓർക്കസ്ട്ര ആയാലും പിന്നെ എൻ്റെ ബ്രാഞ്ചിലെ ആൾക്കാരായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഭാഗ്യേട്ടനായാലും സന്തോഷം, നന്ദി. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ ഗ്രൂമേഴ്സ്, കണ്ടസ്റ്റൻസ്, ഓർക്കസ്ട്ര ചേട്ടന്മാർ, ഇങ്ങനൊരു ഫ്ലോറ് തന്ന ഫ്ലവേഴ്സ് TV, രജീഷ് സാറ്, ഉണ്ണീഷ്ണ സാറ്, അങ്ങനെ ഒരുപാട് പേര്, അമൽ ചേട്ടൻ, ആമിനെയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം, പിന്നെ ഹസ്ബൻഡിൻ്റെ സ്ഥലമാണ് കോഴിക്കോട്. അപ്പോൾ 2 ജില്ലയിൽ നിന്നും എനിക്ക് ഇതുവരെ നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ പാരൻസ്, അമ്മ, അച്ഛൻ, എൻ്റെ ഫാമിലി എല്ലാവരും, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ളവർ, പിന്നെ ആളുടെ പ്രൊഫഷൻ വരെ എന്താ പറയുക, ഡാൻസ് മാഷാണ് അദ്ദേഹം. അപ്പം അതും എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വരണതും നമ്മുടെ കൂടെ നിൽക്കുന്നതും.
ഇപ്പം അവരെ പോകുന്ന സ്കൂളുകളിലേക്ക് സഹകരിച്ച എല്ലാ സ്കൂളുകൾക്കും ഒരുപാട് താങ്ക്സ്. ലീവ് കൊടുത്തതിന്, അതുപോലെ പാരൻസ്, അവരുടെ കുട്ടികൾ ഡാൻസിന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രിയപ്പെട്ട ജഡ്ജസിന്, ബിന്നി മാം, ഔസേപ്പച്ചൻ സാറ്, ചേച്ചി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇനിയും മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ ഒരു ഷുവർട്ടി നിങ്ങൾ തന്നിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ആര്യ ഓൾറെഡി എല്ലാവരെയും താങ്ക് ചെയ്തല്ലോ. പുറത്തു പോയിട്ട് വാട്ട് ഇസ് യുവർ പ്ലാൻ? ഞാൻ മ്യൂസിക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കും. ഇപ്പോൾ ഒരു ബ്രേക്കിലായിരുന്നു. ലൈക്ക് ഞാൻ വല്ല മോനായതിനു ശേഷം പഠിക്കാൻ അധികം പറ്റിയിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യും. വെരി ഗുഡ്. അതാണ് കേൾക്കേണ്ടത്. ഇനി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ റോള് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ എന്താ റോൾസ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലെസ്. വണ്ടർഫുൾ ഒരു ഫ്യൂച്ചർ 3 പേർക്ക് ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ. അഞ്ജു, ഗ്രീഷ്മ, ആര്യ, അപ്പോൾ പറഞ്ഞതുപോലെ ഇനിയാണ് നിങ്ങളുടെ ലൈഫ് തുടങ്ങേണ്ടത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ. ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാവരോടും പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ഈ പാർട്ടിൽ നമുക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് നമുക്ക് കിട്ടിയെന്ന് എടുത്ത് മനസ്സിൽ വെച്ച് മുന്നോട്ടേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി Thank you so ഫ്യൂച്ചർ much. നിങ്ങളുടെ ജേർണിക്ക് വേണ്ടിയിട്ട്. പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ? നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ? മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ. മ്യൂസിക്കൽ വൈഫിന്റെ ഈ ഘട്ടത്തിലെ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഘട്ടത്തിൽ പുതിയ റൗണ്ടുകളായിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. യെസ്, ഇപ്പൊ നമ്മൾ ജഡ്ജസ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോ ഘട്ടം കഴിയും തോറും മത്സരാർത്ഥികൾ കുറഞ്ഞു വരുന്നതിനോടൊപ്പം മത്സരത്തിന്റെ കട്ടി കൂടിക്കൂടെ വരികയാണ്. അപ്പോൾ എല്ലാ മത്സരാർത്ഥികൾക്കും അടുത്ത റൗണ്ടിലേക്ക് കൂടെ ഒരു ഓൾ ദി ബെസ്റ്റ് അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ഫിറ ഫുഡ്സ് പ്രസൻസ് റീഗൽ ജ്വല്ലേഴ്സ് മ്യൂസിക്കൽ വൈഫ് സ്പെഷ്യൽ പാർട്ട്ണർ ലോവേസ് ഇന്നോവെയർ പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. Bye. Good night.